യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അഭി നീ എപ്പോ വന്നു? ഗർഭിണിയായ ബാമെ എന്തിനാണമ്മേ മണിക്കൂറുകളോളം റൂമിലിട്ട് പൂട്ടിയിട്ടത്? അതും കരണ്ട് പോലും ഇല്ലാത്ത സമയത്ത്. അപ്പോ എന്റെ മുമ്പിൽ വെച്ച് ബാമയോട് അമ്മ കാണിക്കുന്നതൊക്കെ വെറും അഭിനയമായിരുന്നോ? അമ്മയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷയല്ല. എന്തിനാണ് അമ്മ ബാമയോട് ഇങ്ങനെ വേർതിരിവ് കാണിക്കേണ്ട കാര്യം? അതെനിക്കറിയണം. അഭി നീ വെറുതെ അമ്മയെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഇല്ലമ്മേ, എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. ബാമ എന്റെ ഭാര്യയാണ്. 4 ആൾ അറിയാൻ ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. അവളോട് ഇങ്ങനെ പെരുമാറുന്ന എന്തിനായാലും ഞാൻ സഹിക്കത്തില്ല. അമ്മ അവളെ ഒരു അടിമയെ പോലെ കാണുന്നത്. അതുകൊണ്ടല്ലേ അവളോട് ഇത്ര ക്രൂരമായിട്ട് പെരുമാറുന്നത്. ഇതിനേക്കാളും ഭേദം അന്ന് ഞാനും ബാമ ആത്മഹത്യ ചെയ്യുന്നായിരുന്നു നല്ലത്. അമ്മ തന്നെയാണ് അന്ന് ഞങ്ങളെ തടഞ്ഞതും. എന്താടാ ഇത്? നിന്നോട് ഞാൻ അങ്ങനെ ചെയ്യൂ? നീ എന്റെ ജീവനാ മോനെ. എന്നാലേ ബാമ എന്റെയും ജീവനാണ്. അതെന്താ അമ്മയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? എന്റെ കുഞ്ഞിനെയും ചുമന്ന് എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഒരു പാവം പെണ്ണാണമ്മ അവള്. അവളോട് എന്തിനാണമ്മ ഇത്ര ക്രൂരത കാട്ടുന്നത്? അവക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അമ്മ എന്ത് ചെയ്യുമായിരുന്നു? പറയമ്മേ, എന്ത് ചെയ്യുമായിരുന്നു? എടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നീ. അമ്മ ഇനി കൂടുതലൊന്നും പറയണ്ട. അരുന്ധതി എല്ലാം എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അമ്മ കള്ളത്തരം പറയാൻ നോക്കണ്ട. ബാമ എന്നെ മാത്രം വിശ്വസിച്ചാ ഈ വീട്ടിലേക്ക് വന്നത്. പകരം എനിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനായിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ വീട്ടിൽ നിൽക്കുന്നേ? ഞാനില്ലാത്തപ്പോ ബാമയെ അമ്മ നല്ല പോലെ നോക്കുമെന്നുള്ളൊരു ഒറ്റ വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷേ ആ വിശ്വാസം അമ്മ ഇപ്പൊ ഇല്ലാണ്ടാക്കിയത്. മതിയമ്മേ, ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതിന് അർത്ഥമില്ല. ബാമയും കൂട്ടി ഞങ്ങൾ ദൂരെ എവിടെങ്കിലും പോയി ജീവിച്ചോളാം. അഭി, അങ്ങനൊന്നും പറയല്ലേടാ. ഇല്ല, എന്റെ ബാമയ്ക്ക് സുരക്ഷിതമില്ലാത്ത ഈ വീട്ടിൽ ഇനി ഞാനും അവളും ഉണ്ടാവാൻ പാടില്ല. ഇതെന്റെ ഉറച്ച തീരുമാനം തന്നെ. ഇന്നാബേ, നിങ്ങളുടെ സംസാരം ഗേറ്റിന്റെ അടുത്ത് വരുമ്പോഴേ കേൾക്കാമായിരുന്നല്ലോ. അബി എപ്പോ വന്നു? എന്താ അബി, ഞാൻ ചോദിച്ചതിന് ഇഷ്ടപ്പെട്ടില്ലേ? വേണ്ട, എല്ലാരെയും എനിക്ക് നല്ലതുപോലെ അറിയാം. നീ എന്താ അങ്ങനെ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനങ്ങ് വിശ്വസിച്ചു. ഈ വീട്ടിൽ ബാമയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങളൊന്നും അങ്കിളിന് അറിയില്ലല്ലേ? എനിക്കറിയാം അതിനുവേണ്ടി ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നത് ആരാണെന്ന്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇന്നേ വരെ നിങ്ങളെ ആരെക്കുറിച്ച് ഒരു പരാതിയും ബാമ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളെ ഒന്നും വെറുക്കാതിരിക്കാൻ. നിങ്ങളെല്ലാരും കൂടെ ബാമയെ എന്നേക്കുമായി ഒഴിവാക്കാൻ നോക്കിയിട്ട് ശ്രീപ്രിയ എന്നെ കൊണ്ട് കെട്ടിക്കണമല്ലേ? എന്നാ കേട്ടോ, അത് ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. ഇവളൊക്കെ ഇനി 100 ജന്മം എടുത്താലും ബാമയുടെ 7 അയലത്ത് പോലും വരില്ല. അബി, ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നീ പറയുന്നത്. വേണ്ട, കൂടുതൽ ന്യായീകരണങ്ങളൊന്നും ആരും പറയണ്ട. ഞാൻ ഈ വീട്ടിൽ നിൽക്കാനും പോകുന്നില്ല. അബി, നീ വെറുതെ നിന്റെ അമ്മയെ കരയിപ്പിക്കരുത്. നിന്റെ അമ്മ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നീ പറയുന്നേ. എടാ, കുടുംബമാവുമ്പോ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറാവണം. എങ്കിലേ ജീവിതം മുന്നോട്ട് പോകും. എനിക്കിനി ഇവിടെ ആരുടെ ഉപദേശവും വേണ്ട. പിന്നെ അമ്മയോട് എനിക്ക് ഇപ്പോൾ ഉള്ള സ്നേഹവും ബഹുമാനവും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ മാറി താമസിക്കുന്നതന്നെ നല്ലത്. അഭിയേട്ടാ, ആന്റിയോട് അങ്ങനെയൊന്നും പറയല അഭിയേട്ടാ. ഒരിക്കലും ആന്റി മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. ആന്റിക്ക് ഭാമയോട് ദേഷ്യ വെറുപ്പോ ഒന്നും തന്നെ ഇല്ല. ഇത് ആന്റി അഭിയേട്ടനും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആ ഭാമ അരുന്ധതിയെ കൊണ്ട് പറയിപ്പിച്ചത്. അത്രയ്ക്ക് ഫ്രോഡാ ഭാമ.
നീ ആരടി എന്റെ ഭാര്യയ്ക്ക് വിലയിടാൻ? റോഡ് ബാമയാണോ അതോ നീയാണോ? അബി! ആ അലറണ്ട. ആദ്യം സ്വന്തം മോളെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിപ്പിക്കണം. ദേ നോക്ക്, ഇനി ഒരിക്കൽ കൂടി ആ ദുഷിച്ച നാവ് കൊണ്ട് ബാമയെ പറഞ്ഞോണ്ടല്ലോ, പിന്നെ ഇതായിരിക്കില്ല സംഭവിക്കുന്നത്. എടി നാണമില്ലാത്തവളെ, നീ എന്തിനാടി ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നേ? നിനക്കെന്താ വേറെ വീടൊന്നുമില്ല? അബി! സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ മുമ്പിൽ വെച്ച് എന്റെ മോളെ നീ തല്ലിയില്ലേ? എടാ, എല്ലാം മറന്ന് നിന്റെ അമ്മയോട് ഒരു അല്പം സ്നേഹം കാണിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. അതെ, വിവാഹപ്രായമായ ഒരു പെണ്ണിനെ എന്റെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടി എന്തിനാ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നേ? എന്താ ഇവക്ക് വേറെ പയ്യനെ കിട്ടാഞ്ഞിട്ടാണോ? അതോ എന്നെ കൊണ്ട് ഇവളെ കെട്ടിക്കണമെന്ന് വല്ല ശപഥവും ചെയ്തിട്ടുണ്ടോ? ഞാനത്ര മണ്ടനൊന്നുമല്ല. അനിയത്തി ഏട്ടനും അത് മനസ്സിലാക്കിയാ കൊള്ളാം. അബേ, നിന്റെ മകൻ പറഞ്ഞത് കേട്ടില്ലേ? മതി, ഇനി ഒരു നിമിഷം എന്റെ മോളോട് നിൽക്കണ്ട. മോളെ വേഗം വരാൻ നോക്കൂ. ഏട്ടാ, ഒന്ന് സമാധാനപ്പെടേട്ടാ. ദേ, ഞാൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. മാർമോളെ. അബി, നീ ഇവിടുന്ന് പോയാ പിന്നെ ഞാനും ഈ വീട്ടിലുണ്ടാവില്ല. എന്താടാ, എനിക്ക് നീയും എന്റെ ഏട്ടനും ഒരുപോലെയാ. രണ്ടുപേരും എന്നോടൊപ്പം എന്നും ഉണ്ടാവണം. അതിനുവേണ്ടി ദേ ഞാൻ തന്നെ ഒരു തീരുമാനം എടുക്കുക. ഞാൻ നിന്നോടൊപ്പം വരാം. എന്നിട്ട് ഭാമയോട് ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എനിക്ക് വലുത് നീയാടാ. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ജീവിക്കുന്നത്? എനിക്കൊന്നും കേക്കണ്ട. ഭാമ ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. ശരി, നിന്റെ അച്ഛനൊന്ന് വന്നോട്ടെ. വരട്ടെ. വന്നാലുടനെ ഞാൻ പോയി ഭാമയുടെ കാല് പിടിച്ചിട്ടായാലും അവളെ തിരിച്ചു കൊണ്ടുവരാം. ദേ, ഞാൻ അവളോട് മാപ്പ് പറയണമെങ്കിൽ അതും പറയാം. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കടാ അബി. എടാ, ഒന്നുമില്ലെങ്കിലും നിന്നെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച അമ്മയല്ലേടാ പറയുന്നേ? ശരി, ആദ്യം അച്ഛൻ വരട്ടെ. അമ്മ ചെയ്ത തെറ്റ് അമ്മ തന്നെ തരുത്. എന്നിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം കുടിക്കും. ഏട്ടാ, ഏട്ടൻ ധൈര്യമായിട്ടിരിക്കേ. ഇതെങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്താ മോളെ നീ പറയുന്നേ? സേതുവിനെ റിമാൻഡ് ചെയ്തു. അവനിത് എന്ത് ഭാവിച്ച? സേതുവേട്ടൻ വീണ്ടും മൊഴിമാറ്റി പറയൂന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല അമ്മ. ഈശ്വര, ഞാൻ ഇനി എന്താ വേണ്ടേ? നന്ദമോളോട് ഞാൻ എന്താ പറയണ്ടേ? എന്റെ ബലമായ സംശയം ആ SP സേതുവേട്ടനെ കൊണ്ട് മൊഴി മാറ്റി പറയിച്ചു. അവർക്ക് ഈ കേസ് എത്രയും വേഗം ഒതുക്കി തീർക്കണം. ഇനിയിപ്പോ ധ്രുവന്റെ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തിയിട്ടില്ല. എങ്കിലേ സേതുവേട്ടൻ നിരപരാധിയാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇതിപ്പോ സഹോദരിമാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സേതുവണ്ണൻ സ്വയം സമ്മതിച്ചതാവും. പെങ്ങന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സേതുവണ്ണ അത് സഹിക്കൂല. എനിക്ക് തോന്നുന്നത് ഈ SP-യേക്കാൾ ഭേദം ആ ഇൻസ്പെക്ടർ ഗോകുൽദാസ് തന്നെയായിരുന്നു. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ഭരതൻ. മറ്റുള്ളവരുടെ വേദനയും ദുഃഖങ്ങളും ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. കോടതി അവധി കഴിയുന്നതുവരെ എല്ലാരും ഒന്ന് ക്ഷമിച്ചേ പറ്റും. ഞാനല്ലേ പറയുന്നത്. സേതുവേട്ടന് ഒരു പ്രശ്നമില്ലാതെ ഞാൻ പുറത്തു കൊണ്ടുവരും. ധ്രുവന് മണ്ഡപത്തിനുള്ളിലോ പുറത്തോ വെച്ച വിഷം നൽകിയിരിക്കുന്നത് അതാരാണെന്നും എങ്ങനെയാണെന്നും കണ്ടെത്തണം. കോടതി അവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ആ കൊലയാളിയെ ദൈവം നമ്മുടെ മുന്നിലെത്തിക്കും. മായിച്ച് ധൈര്യമായിട്ടിരിക്കും. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കൊലയാളി ആരാന്ന് എങ്ങനെ കണ്ടുപിടിക്കും മോനെ? ആരാന്ന് പറഞ്ഞ് കണ്ടുപിടിക്കും? അതിനുള്ള അവസരം
ദൈവം കാണിച്ചിരുന്നു തന്നെ എന്റെ വിശ്വാസം ആന്റി. ഉറപ്പായിട്ടും നമ്മൾ കണ്ടുപിടിക്കും. കരയല്ലേ? ഒരു സമാധാനവും ഇല്ല മോനെ. ഈശ്വരൻ ഞങ്ങളെ മാത്രം എന്തിനാ ഇങ്ങനെ വേട്ടയാടുന്നെന്നാ മനസ്സിലാവാത്തത്. അമ്മ അങ്ങനെയൊന്നും പറയല്ലേ. ഇപ്പോഴും ഈശ്വരൻ തന്നെയാ ധ്രുവന്റെ കൊലയ്ക്ക് പിന്നിൽ മറ്റൊരാളാണെന്ന് കാണിച്ചു തന്നത്.